അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ എല്ലാവരും രക്ഷപ്പെടണം എന്നല്ലാതെ ആരോടും നമുക്ക് വിദ്വേഷവും വിരോധവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതാവായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാഇന്റെ ആണ്ടിന്റെ ദിവസമാണെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ടൈഗ്രീസ് നദിയുടെ തീരത്തുകൂടി ഇങ്ങനെ പോകുമ്പോ കുറെ ദൂരെ നിന്ന് കുറെ ചെറുപ്പക്കാർ, യുവാക്കൾ കടുത്ത തോന്നിവാസം ചെയ്യുകയും പാടുകയും ആടുകയും ചെയ്യുന്നു. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അവരൊക്കെ വെള്ളം കയറി മലവെള്ളത്തിൽ ഒലിച്ച് മരിച്ചു പോകണം, അതിനുവേണ്ടി ഇവിടുന്ന് ശൈഖ് അവറുകൾ ദ്വാരക്കണം. അപ്പൊ മൂപ്പര് പറഞ്ഞു, എല്ലാവരും കൈപൊക്കിക്കോളി, ആമീൻ പറയണേ എന്ന്. എല്ലാവരും കൈപൊക്കി. ശൈഖ് അവറുകൾ ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുവേ, ആ യുവാക്കളെ നീ ദുനിയാവിൽ വലിയ ആനന്ദത്തിലാക്കിയിട്ടുണ്ട്, സന്തോഷത്തിലാക്കിയിട്ടുണ്ട്. അവരെ എല്ലാം ആഖിറത്തിലും നീ ആനന്ദത്തിലും സന്തോഷത്തിലും ആക്കണേ എന്നാണ് വരുന്നത്. അപ്പൊ കൂടെയുള്ളവർ ചോദിച്ചു, ഇതെന്ത് ദുആ ഇങ്ങനെ തരക്കാനാ പറഞ്ഞേ? അപ്പൊ പറഞ്ഞു, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുന്നത്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ പിന്നെ വരുന്ന വിഷയം നേരത്തെ തന്നെ പറയുന്ന സ്വഭാവം മഹാന്മാരായ ഔലിയാക്കൾക്കുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം, സഹാബിയാണ്, അള്ളാന്റെ ഔലിയാക്കൾ വലിയ പ്രമുഖന്മാരല്ലേ സഹാബികൾ, മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ജാബിറേ, ലാ ഉറാനിയില്ല മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില, നാളെ യുദ്ധം നടന്നാൽ ആദ്യം കൊല്ലപ്പെടുന്നത് എന്നെയായിരിക്കും. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അതാണ് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് പിന്നെ മനസ്സിലാവും. പിന്നെയും നടന്നു അങ്ങോട്ട്. ആ തോന്നിവാസം തമ്മാടിത്തം ചെയ്യുന്ന കുട്ടികൾ മഅറൂഫുൽ ഖർഖി തങ്ങളെ കണ്ടപ്പോ അവരെല്ലാവരും കളിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അവരെല്ലാവരും വളരെ താഴ്മയോടെ വിനയത്തോടെ വന്ന്, ഓ ശൈഖ് അവറുകളെ, ഞങ്ങൾ ഒരുപാട് തെറ്റ് വന്നുപോയ പാപികളായ യുവാക്കളാണ്, ഞങ്ങൾ എല്ലാ തെറ്റുകളും നിങ്ങളെ കണ്ടതോടെ തൗബ ചെയ്തു, ശൈഖ് അവറുകളെ ഞങ്ങൾ രക്ഷപ്പെടാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് ചോദിച്ചു, ഇതല്ലേ നല്ലത്? അവരൊക്കെ മലവെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് നമ്മക്കെന്ത് കിട്ടാനാ? അവരും കൂടി നന്നായിട്ട് സ്വർഗാവകാശികളാവുകയല്ലേ വേണ്ടത്? അതാണ് ഞാനങ്ങനെ ദുആ ചെയ്തത്. റബ്ബ് ഉത്തരം തന്നല്ലോ. പടച്ച റബ്ബേ, കേരളത്തിലോ കർണാടകയിലോ എവിടെ ഏത് സാധാരണക്കാര് അറിവില്ലാതെ പുത്തൻവാദത്തിൽപ്പെട്ടവരുണ്ടോ, സലഫിയോ ജമാഅത്ത് ഇസ്ലാമിയോ തബ്ലീഗ് ജമാഅത്തോ ഏത് പുതിയ ആശയത്തിൽപ്പെട്ടവരുണ്ടോ, അവർക്കെല്ലാം സുന്നത്ത് ജമാഅത്ത് നീ മനസ്സിലാക്കി കൊടുത്ത് ഹക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലാഹ് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞാലും ദുആ ചെയ്താലും പോരല്ലോ, നമ്മൾ പ്രവർത്തിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഓല ഷെഡ് കെട്ടിയിട്ട് മദ്രസ തുടങ്ങിയത് സിറാജുൽ ഹുദയിൽ. അൽഹംദുലില്ലാഹ്, അങ്ങനെ എത്രയോ മദ്രസകൾ ആരംഭിച്ചു, സ്കൂളുകൾ ആരംഭിച്ചു. ഓല ഷെഡ് കെട്ടിയിട്ട് ഞാൻ അവിടെ വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങി. കാരണം 11 മഹല്ലുകളിൽ സഹീഹായ ജുമുഅയില്ല. മലയാളത്തിൽ പ്രസംഗിക്കുകയാണ് ഖുതുബ ഓതുന്നതിന് പകരം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനിൽ പെടാത്തതിനെ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയവനെ തള്ളേണ്ടതാണ്, അവൻ കൊണ്ടുവന്ന ആശയവും തള്ളേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല, അറബിയിലല്ലാതെ ബാങ്ക് വിളിപ്പിച്ചിട്ടില്ല, അറബിയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നബി തങ്ങൾ അറബിയിലല്ലാതെ ദിക്ർ ചൊല്ലിയിട്ടില്ല, അറബിയിലല്ലാതെ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. അറബി ഭാഷയിലുള്ള ഖുർആനല്ലാതെ അവിടുന്ന് ഓതിയിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. അവരവരുടെ നാട്ടുകാരുടെ ഭാഷയിലല്ലാതെ ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല നബിയെ.
അതുകൊണ്ട് തന്നെ തങ്ങളെ പറഞ്ഞേച്ചത് അറബി ഭാഷയിലുള്ള ഖുർആനും ദിക്റും സലാത്തും നിസ്കാരവും ഖുതുബയും ഒക്കെ ആയിട്ടാണ് തങ്ങളെ പറഞ്ഞേച്ചിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് അറബിയിൽ മാത്രം ഖുതുബ നിർവഹിച്ചുകൊണ്ട് ജുമഅ നടത്തി. ആ നബിതങ്ങളുടെ സഹാബികളോ അവര് മക്ക മദീനയിൽ മാത്രമല്ല, ഇറാൻ അടക്കം, അതേ ഇന്ത്യ രാജ്യമടക്കം ലോകത്തെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പല സ്ഥലങ്ങളിലും സഹാബികൾ പോയി ജുമഅ സ്ഥാപിച്ചു. അവരാരും ഒരൊറ്റ സ്ഥലത്തും അറബിയിലല്ലാതെ ബാങ്ക് വിളിച്ചില്ല, അറബിയിലല്ലാതെ ഖുതുബ ഓതിയില്ല, അറബിയിലല്ലാതെ നിസ്കരിച്ചില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽക്ക് സുബ്ഹാനല്ലാഹ് 1300ഓളം കൊല്ലം ഇവിടെ ജീവിച്ച മുസ്ലിമീങ്ങളിൽ ഒരൊറ്റ പള്ളിയിലും അറബിയിലല്ലാതെ ഖുതുബ നടന്നില്ല, അറബിയിലല്ലാതെ ജുമഅ നടന്നില്ല. എന്നാൽ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 1945 കാലത്ത് അതുവരെയുള്ള അറബിയിലുള്ള ഖുതുബ ക്യാൻസൽ ചെയ്ത് മലയാളമാക്കി മാറ്റി. ആയിരക്കണക്കിന് ആളുകളെ ജുമഅ ബാത്തിലാക്കി. അതുകൊണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ എനിക്കന്ന് കഴിയില്ലായിരുന്നു. ഓല ഷെഡ് കെട്ടിയിട്ട് അറബിയിൽ ഖുതുബ ഓതി ജുമഅ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ് ആ പള്ളി ആ ഒരു ഷെഡിൽ നിന്ന് കൊല്ലങ്ങളോളം നിസ്കരിച്ചു. പിന്നീട് റബ്ബ് പള്ളികൾ തന്നു. അങ്ങനെ ഇപ്പോൾ 100ഓളം പള്ളികൾ നിർമ്മിക്കാൻ അല്ലാഹു അവസരം തന്നു. റബ്ബിനാണ് സ്തുതി. അതിന് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചവർക്കും നീ സ്വർഗത്തിൽ വീട് തരണം അല്ലാ, നീ സ്വർഗം തരണം അല്ലാ. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ പിന്നെ ജുമഅയില്ല, പിന്നെ നിസ്കാരമില്ല, നിസ്കാരത്തിന് ഫർദ് തന്നെയില്ല. ഞാൻ അന്ന് ഓരോ പുസ്തകമെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ആളുകൾ അവരെ കുട്ടികളെ അതാ മുജാഹിദിന്റെ സലഫികളുടെ മദ്രസയിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഓല ഷെഡിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സിറാജുൽ ഹുദയുടെ പ്രവർത്തനം ഞാൻ നടത്തിയത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂല കേട്ടോ. അത് നമ്മളാ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നമ്മക്കും നരകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. പരിശുദ്ധ ഖുർആൻ വയത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها. എന്നിങ്ങനെ തുടങ്ങി ദീർഘമായ ചില ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. അതിൽ പറയുന്ന ആകത്തുക എന്താണ്? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്ന, സഹാബത്ത് പിടിച്ച, അതിന്റെ പിൽക്കാലക്കാര് പിടിച്ച, അങ്ങനെ പിടിച്ച് വരുന്ന സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതാണ് അള്ളാന്റെ പാശത്തെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത്. വലാ തഫറഖൂ, നിങ്ങൾ ഛിന്ന ഭിന്നമായി ഭിന്നിച്ചു പോകാൻ പാടില്ല. നിങ്ങൾ ഒറ്റക്കെട്ടായി ആ നബിയും സഹാബത്തും പഠിപ്പിച്ചതിൽ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കണം എന്നിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, وَأَمَّا الَّذِينَ سُوَدَّتْ وُجُوهُهُمْ أَكَفَرْتُمْ بَعْدَ إِيمَانِكُمْ فَذُوقُوا الْعَذَابَ بِمَا كُنْتُمْ تَكْفُرُونَ. നിങ്ങൾ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വിജയികളാണെന്ന് പറഞ്ഞതിന് ശേഷം وَلَا تَكُونُوا كَالَّذِينَ تَفَرَّقُوا وَاخْتَلَفُوا مِنْ بَعْدِ مَا جَاءَهُمُ الْبَيِّنَاتُ وَأُولَئِكَ لَهُمْ عَذَابٌ عَظِيمٌ. ഒരൊറ്റക്കെട്ടായി ഒരേപോലത്തെ ജുമഅ, അതേ ഭാഷ മാറ്റമില്ല. ഏത് ചൈനയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇന്ത്യയിലും കർണാടകയിലും കേരളത്തിലും ഒരേ ഭാഷയിലുള്ള ജുമഅ മുസ്ലിമീങ്ങൾ ഐക്യമാണ്. അതുപോലെ എല്ലാ സ്ഥലത്തും 20 റകഅത്ത് തറാവീഹ്,
എല്ലാ സ്ഥലത്തും ജുമഅക്ക് 2 ബാങ്ക്. ആ നിലക്ക് സഹാബത്ത് നടപ്പാക്കിയ ആശയങ്ങളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കണം. നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജുമഅക്കിനി 1 ബാങ്ക് മതി എന്ന് പറയരുത്. ജുമഅയുടെ ഖുതുബയുടെ ഭാഷ മാറ്റരുത്. അതുപോലെ തറാവീഹിന്റെ എണ്ണം വെട്ടി ചുരുക്കരുത്. നിസ്കാരത്തിന്റെ ഫർദ് ചുരുക്കരുത്. അങ്ങനെ നിങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത്, ഐക്യം തകർക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് ഉലൈക ലഹും അദാബുൻ അളീം. ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി തങ്ങൾ പഠിപ്പിച്ചതും മുസ്ലിം കൂട്ടായ്മയും മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ. ആ കൂട്ടായിയിൽ നിന്ന് തെറിച്ചു പോയിട്ട് അതാ കൊന്ത്രൻ പല്ല് പോലെ വേറെ തന്നെ എറിച്ചു നിന്നിട്ട് എല്ലാവരും ആമീൻ പറയുമ്പോ ആമീൻ പറയൂല, എല്ലാരും ഫാത്തിഹ ഓതുമ്പോ ഫാത്തിഹ ഓതൂല, എല്ലാരും യാസീൻ ഓതുമ്പോ യാസീൻ ഓതൂല. സഹാബത്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തു. അങ്ങനെ മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരതിന് കൂട്ടാക്കൂല. ഞാൻ പറഞ്ഞില്ലേ, സഹാബത്ത് ഒരാൾ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ആ ഉമ്മാന്റെ പേരില് ഞാൻ വല്ല ധർമ്മവും ചെയ്താൽ, സദഖ ചെയ്താൽ ഫഹല്ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ യാ റസൂലല്ലാഹ്, ഉമ്മാക്കതിന്റെ കൂലി കിട്ടുമോ? ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ഖാല നഅം, ഉമ്മാക്കതിന്റെ കൂലി കിട്ടും കേട്ടോ. അതുകൊണ്ട് സഹാബത്ത് മുതൽക്ക് ഇന്ന് വരെ മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്യും അഹ്ലുസുന്നത്തി വൽ ജമാഅ. 7 ദിവസം സഹാബത്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ മരിച്ചാൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇന്നും അത് സുന്നത്ത് ജമാഅത്തുകാര് പിന്തുടരും, സഹാബത്തിനെ അവര് പിന്തുടരും. കാരണം ഖുർആൻ പറഞ്ഞതാണ്, അതേ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹ് പൊരുത്തപ്പെട്ടു എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സഹാബത്ത് ചെയ്തതുപോലെ ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുഹൃത്തുക്കളെ, റബീഉൽ അവ്വൽ 12-ന് സഹാബത്ത് മൗലിദ് ഓതി. അതേ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഅ വജബ ശുക്റു അലൈനാ മാദഅ ലില്ലാഹി ദാഅ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലെ സഹാബത്ത് ചൊല്ലിയ പദ്യമാണത്. അങ്ങനെ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് തെറിച്ചു നിന്നിട്ട് ഭിന്നിപ്പിന് പോയാൽ അല്ലാഹ് പറയുന്നു ഉലൈക ലഹും അദാബുൻ അളീം, അവർക്ക് ഭയാനകമായ ഭയങ്കരമായ ശിക്ഷയുണ്ട് നബിയേ. എപ്പോഴാണ് ശിക്ഷ കൊടുക്കുന്നത്? അല്ലാഹ് പറയുന്നു യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസമാണത്. വതസ്വദ്ദു വുജൂഹ്, വേറെ ഒരു വിഭാഗത്തിന്റെ മുഖം കറുത്തിരുണ്ട് പോകുന്ന ദിവസമാണത്. ഈ 2 വിഭാഗം ആരാണ് എന്നതിന് സഹാബികളിൽ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നത് കാണാം. യൗമ തബിയദ്ദു വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖം അല്ലാഹുവിന്റെ കോടതിയിൽ നല്ല പ്രകാശമുള്ള വെളുത്ത മുഖമാണ്. വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വൽ ളലാല, പിഴച്ചുപോയ പുത്തനാശയക്കാരുടെ മുഖം പടച്ചവന്റെ കോടതിയിൽ കരുവാടിച്ച് കറുത്തുപോയി. സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം, സുന്നത്ത് ജമാഅത്തുകാരായി ജീവിക്കണം. നമ്മളെ ഭാര്യമാരെയും മക്കളെയും അതേ നിലയ്ക്ക് പഠിപ്പിച്ച് വളർത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരവും അതുപോലെ നിങ്ങളുടെ ഫാമിലിയുടെ ശരീരവും നിങ്ങളുടെ ഭാര്യ മക്കളുടെ ശരീരവും നിങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഈ ഉപദേശം നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉൾപ്പെടുത്തി, എല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.